നമസ്കാരം. തിരുവനന്തപുരത്ത് മുട്ടടയിൽ ഒരു ഭാര്യയും ഭർത്താവും മകൻ്റെ വിയോഗം സഹിക്കാനാവാതെ ഒന്നാം ഓർമ്മ ദിനത്തിൻ്റെ അന്ന് കൈകൾ പരസ്പരം ബന്ധിച്ച് നെയ്യാറിൽ ചാടി മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനതിലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുവെന്ന് മാത്രമല്ല, ആ വീഡിയോ കണ്ടവരൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു. ഓരോ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥയിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു ആ കുറിപ്പ്. വാസ്തവത്തിൽ പ്രിപ്പറേഷനൊന്നുമില്ലാതെ ഹൃദയത്തിൽ നിന്നും ഒരച്ഛൻ എന്ന നിലയിൽ പുറത്തേക്ക് വന്ന വാക്കുകൾ. കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചത്. അത് സാധാരണ മനുഷ്യരെയും അങ്ങനെ സ്വാധീനിച്ചതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. അനേകം പേരാണ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ നിന്നും എൻ്റെ ഒരു വാട്സാപ്പ് സുഹൃത്ത് ഇങ്ങനെയൊരു കുറിപ്പെഴുതി. പ്രിയപ്പെട്ട ഷാജൻ ചേട്ട, സ്നേഹദേവിൻ്റെയും ശ്രീകലയുടെയും വേർപാടിനെക്കുറിച്ച് ചേട്ടൻ ചെയ്ത വീഡിയോ കണ്ടിരുന്നു. മനസ്സ് വിങ്ങാതെ ഒരിക്കലും ചേട്ടൻ്റെ ആ വീഡിയോ കാണാനോ ശബ്ദം കേൾക്കാനോ കഴിയില്ല. ഇത്തരത്തിൽ താങ്കൾ എടുക്കുന്ന നിലപാടുകൾ എന്നും മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ താങ്കൾ ഇത്തരം കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കേവലം കാതുകളിലൂടെ അല്ല കേൾക്കാറുള്ളത്, ഹൃദയം കൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഷാജൻ ചേട്ട എന്ന് അഭിസംബോധന ചെയ്യാറുള്ളത്. ഇത് ചേട്ടനെ പുകഴ്ത്തി പറയുന്നതിനുള്ള എഴുത്തല്ല, മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു പ്രേക്ഷകൻ എന്നതിലുപരി ഒരു ജ്യേഷ്ഠനോടുള്ള അനിയൻ്റെ സ്നേഹമാണ്, ചേട്ടൻ്റെ പ്രതിബദ്ധതയോടുള്ള ആദരവാണ്. ഇത്തരത്തിൽ മനസ്സിനെ തൊടുന്ന പല കാര്യങ്ങളും ഷാജൻ ചേട്ടൻ ചെയ്യുന്നത് വീഡിയോകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ സങ്കടം എന്തെന്നാൽ ഈ വീഡിയോകൾ പുതുതലമുറയിലെ എത്ര കുട്ടികൾ കാണുമെന്നുള്ളതാണ്. ടീനേജിലുള്ള എത്ര കുട്ടികളിലേക്ക് ചേട്ടൻ്റെ ഈ വാക്കുകൾ എത്തുമെന്ന് എനിക്കറിയില്ല. എന്നാലും എല്ലാവരിലേക്കും തീർച്ചയായും എത്തിച്ചേരേണ്ട ഒരു മനസ്സു തുറന്ന അച്ഛൻ്റെ ചിന്തകളും ഉത്കണ്ഠകളുമാണ് ചേട്ടൻ പങ്കുവച്ചത്. തുടരണം ചേട്ടൻ്റെ വാക്കുകൾ ഒത്തിരി സ്നേഹബഹുമാനത്തോടെ. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വാട്സാപ്പിലൂടെ ഇടയ്ക്കിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ കുറിപ്പ് എഴുതിയത്. ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ ഇതറിയാതിരിക്കില്ല എന്നാണ്, അവരുടെ മാതാപിതാക്കൾ അവരെ കേൾപ്പിക്കാതിരിക്കില്ല എന്നാണ്. ഇത് കേട്ടാൽ കുട്ടികളുടെ മനസ്സിൽ ഒരു ചെറിയ ഇടിമിന്നലെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്നാണ്. അദ്ദേഹം ഒരു മെസ്സേജ് കൂടി അയച്ചു. കൂടാതെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുവാനുള്ള മാനസികാവസ്ഥയും ഉണ്ടാകേണ്ടതുണ്ട്. എനിക്ക് ഈ സംഭവം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഞാനും ഒറ്റമോനാണ്. ഒത്തിരി കുട്ടികളോട് ഇടപെടുമ്പോൾ മിക്കവർക്കും അവരുടെ മാതാപിതാക്കൾ തങ്ങളോടുള്ള ആശങ്ക എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. ഉപദേശിക്കുന്നവരെ കുട്ടികൾ തന്ത വൈബ്, 90കളിലെ വസന്തം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണമെന്നറിയില്ല. എത്ര കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് ജീവിതം അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശങ്ക ഗൗരവമേറിയത് തന്നെയാണ്. പക്ഷെ ഞാനെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികളുടെ കൗമാരപ്രായമുണ്ട്, അതൊരു റിബല്യൻ പീരീഡാണ്. ഈ പീരീഡിൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അവരും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട്, അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല. വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിച്ചുള്ള ഇഷ്ടത്തിൻ്റെയും പുറത്ത് മാത്രമേ അവരെ തിരുത്താൻ കഴിയൂ. അച്ഛനും അമ്മയും എന്നെ ഇഷ്ടപ്പെടുന്നു എന്നവർ തിരിച്ചറിഞ്ഞാൽ, അവർ പ്രായത്തിൻ്റെ വികാരത്തള്ളലിലേക്ക് മാറുമ്പോഴും എവിടെയോ അവരെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിയുക. മക്കളുടെ പിന്നാലെ സൂക്ഷ്മദർശിനിയുമായി നടക്കുന്നവരാണ് വാസ്തവത്തിൽ അവരുടെ ശത്രുക്കൾ എന്ന് മനസ്സിലാക്കുക. അമേരിക്കയിൽ നിന്നും എൻ്റെ ഒരു പ്രിയപ്പെട്ട അനിയത്തി എനിക്ക് ഇങ്ങനെ ഒരു സന്ദേശം അയച്ചു. ഞാൻ ഈ സ്റ്റോറി കേട്ടായിരുന്നു, പക്ഷെ ഇത് കേട്ടിട്ട് വളരെ വിഷമം തോന്നി. പക്ഷെ ഒന്നോർത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വേറൊന്നും ഇല്ല. ആത്മഹത്യ പരിഹാരമല്ലെന്ന് പറഞ്ഞാലും ശരിക്കും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞിട്ട് അത് ഒരേ ഒരു കുട്ടിയുള്ളത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? പിന്നെ എന്തിനു വേണ്ടി ജീവിക്കണം? എനിക്ക് അത്ഭുതമൊന്നുമില്ല അവരങ്ങനെ ചെയ്തതിനകത്ത്. പക്ഷെ കേൾക്കുന്നവർക്കൊരു വലിയ വേദനയാണ്. ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പം അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതെന്നൊക്കെ ഞാൻ ഓർക്കും. അവൾ എന്നോട് പറഞ്ഞത് അവരുടെ മുമ്പിൽ മറ്റു വഴി എന്തെന്നാണ്. എനിക്കതിനോട് വിയോജിപ്പാണ്. അവരുടെ മകൻ്റെ ഓർമ്മകളാണ് അവർക്ക് ഏറ്റവും വലുതെങ്കിൽ ആ ഓർമ്മകൾ കൂടുതൽ നിലനിൽക്കുന്നതിന് അവരിവിടെ ജീവിക്കേണ്ടതുണ്ടായിരുന്നു. മകന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. 2000 രൂപ വീതം 20 പേർക്ക് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് മകൻ്റെ ജീവിതത്തിലൂടെ അവർക്ക് ഈ ലോകത്തിന് വെളിച്ചം പകരാൻ കഴിയുമായിരുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ അവരൊരു ട്രസ്റ്റ് ഉണ്ടാക്കി സ്വത്തൊക്കെ മകൻ്റെ പേരിൽ വെച്ച് ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ട് മരണത്തിലേക്ക് നടന്നുപോയി. പക്ഷേ ഈ ബന്ധുക്കൾക്ക് ഈ ട്രസ്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് വാസ്തവം.
മറുനാടൻ മലയാളി വിശ്വസിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരൊക്കെ മറുനാടൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് വന്നാൽ പണം നൽകി സഹായിക്കുമെന്നറിയാം. അങ്ങനെയുള്ളവരെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ആവാസ് എന്ന പേരിൽ ഒരു ട്രസ്റ്റിന് രൂപം കൊടുത്തത്. 1-2 ചെറിയ ആവശ്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ ആളുകൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മാറിയിരിക്കുന്ന നിയമം കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഈ നിയമമനുസരിച്ച് ഈ ട്രസ്റ്റിലേക്ക് വരുന്ന ഓരോ രൂപയും തരുന്നവരുടെ അഡ്രസ്സും പാൻ നമ്പരും നമ്മൾ കരുതി വെക്കണം. എങ്ങനെ ക്രൗഡ് ഫണ്ടിങ് നടത്തുമ്പോൾ നമുക്ക് സാധ്യമാകും? അങ്ങനെ നമുക്ക് കണ്ടെത്തി സർക്കാരിൽ അറിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ 10,000 രൂപ വീതം പിഴ കൊടുക്കണം. അതോടുകൂടിയാണ് ആ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വഴി ബ്രിട്ടനിൽ നിന്നും ശേഖരിക്കുന്ന പണം പലപ്പോഴും ഇവിടെയുള്ള പാവങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഇവിടെ സംഘടനകൾക്ക് പണം സ്വീകരിക്കാൻ മാത്രമായിരുന്നു FCRA നിർബന്ധമുണ്ടായിരുന്നത്. എന്നാൽ വിദേശത്തുനിന്ന് വരുന്ന പണം ദുരുപയോഗിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വ്യക്തികൾ സ്വീകരിച്ചാൽ പോലും ഈ നിബന്ധന വന്നതോടെ വ്യക്തികളെ സഹായിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രസ്റ്റുകൾ നടത്തുക, ചാരിറ്റി നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. അതുകൊണ്ട് തന്നെ ഈ നൂലാമാലകൾ ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറാവുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവരോടുകൂടി അവരുടെ മകൻ്റെ ഓർമ്മയും പതിയെ പതിയെ ഇല്ലാതാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഭീരുക്കളെ പോലെ മരണം തേടിപ്പോയതുകൊണ്ട് ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. എന്നാൽ എൻ്റെ ഈ കൂട്ടുകാരി മറ്റൊരു സന്ദേശം എനിക്ക് അയച്ചു. എനിക്കൊന്ന് ഈ വെസ്റ്റേൺ വേൾഡും നമ്മുടെ ഇപ്പം ചേഞ്ച് ആവുന്നുണ്ട്, നമ്മുടെ ഈസ്റ്റ്. എങ്കിലും വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻ പ്രൊഫഷണൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൊഫഷണൽ ലൈഫിലെ സക്സസ്സും ഫാമിലി ലൈഫ്, മക്കള്, കുടുംബം എന്നുള്ള സക്സസ് ഒരു പാർട്ട്. അത് മാത്രമല്ല ലൈഫിലെ സക്സസ്, പ്രൊഫഷണൽ സക്സസ് ഈസ് എ സക്സസ് എന്ന് എൻഡ് ഓഫ് ദി ഡേ അതിൽ ജീവിക്കുന്നവർക്ക് അതും ഹാപ്പിനെസ് ആണ് എന്നുള്ള ഒരു ഐഡിയ ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. ഒരാൾക്ക് അതാണ് അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ മിക്കവാറുമുള്ള ഗവൺമെന്റ് ജോലികളുടെ രീതികളൊക്കെ മാറുന്നുണ്ടല്ലോ. 55 റിട്ടയർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്ത് ഉള്ളത്രയും കാലം 70s 75 നമ്മുടെയൊക്കെ ഇപ്പം 75ഉം 78ഉം ഒക്കെ ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈവൻ 82 വരെയുള്ള ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓഫീസിലെ ആൾ എത്രയോ വർഷമായിട്ട് ഈസ് എക്സ്ട്രീംലി ടാലന്റഡ് ആൻഡ് റിസോഴ്സ്ഫുൾ. അതുകൊണ്ട് പുള്ളി റിട്ടയർ ചെയ്യുന്ന ഓർക്കാൻ പോലും പറ്റത്തില്ലാത്ത പോലത്തെ ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവർക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ ലൈഫിൽ വലിയൊരു കാര്യമില്ലെങ്കിൽ പോലും പ്രൊഫഷണൽ ലൈഫ് ഈസ് ദെയർ ലൈഫ്. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റിൽ ഫാമിലിയും ആ ജീവിതമാണല്ലോ ഏറ്റവും, അതാണല്ലോ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ, അൾട്ടിമേറ്റ് ലൈഫിന്റെ എൻഡ് എന്ന് പറയുന്നത് അതാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാവുമ്പം പിന്നെ അങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് മക്കള് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരേ ഒരു കുട്ടിയുള്ളത് ഇല്ലാതായി കഴിഞ്ഞാൽ ഐ എം നോട്ട് സർപ്രൈസ്ഡ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഷൈൻ ചേട്ടാ. ഇത് കേട്ടിട്ട് വിഷമം വന്നു ഇന്നലെ. It was 17 minutes ഞങ്ങളത് വാച്ച് ചെയ്തത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് മാറി വരുന്നു. മക്കളെ വളർത്തുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് നമ്മുടെ കംഫർട്ട് സോൺ ആകുന്നു. ആ കംഫർട്ട് സോണിനപ്പുറത്തേക്ക് പ്രൊഫഷനും ഒരു കംഫർട്ട് സോണായി മാറുന്ന, നമ്മൾ ഒരു തൊഴിൽ ചെയ്ത് അത് വിജയിപ്പിച്ചാൽ അതുണ്ടാക്കുന്ന തിളക്കവും ആവേശവും അതിനെയും ഒരു കംഫർട്ടാക്കി സ്വീകരിച്ചാൽ ഒരുപക്ഷെ മനസ്സിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയാണ്. ഇവിടെയും ഈ മാറ്റം കണ്ടുവരുന്നുണ്ട്. സക്സസ് എന്നതിനെ ഒരു അടയാളമായി എടുക്കുക, പണമല്ല. ഒരു പണി വൃത്തിയായി ചെയ്യുക, ഒരു ഉത്തരവാദിത്വം വൃത്തിയായി പൂർത്തിയാക്കുക. വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരാവേശമുണ്ട്. അതിലേക്ക് മനസ്സിനെ വഴിതിരിച്ചു വിട്ടാൽ ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ നേരിടുന്ന പല പ്രതിസന്ധികളെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഏതാണ്ട് 1000-ലധികം ആളുകളാണ് യൂട്യൂബിലെ വീഡിയോയിൽ മാത്രം കമൻറ്റ് ചെയ്തത്. അതിലെ ചില കമൻറ്റുകളിലൂടെ കടന്നു പോവാം. സുധി സുകുമാർ: എല്ലാ മാതാപിതാക്കളുടെയും പ്രതിനിധിയായി ഹൃദയത്തിൽ നിന്നും സംസാരിച്ച ഷാജൻ സാറിനെ 1000 നന്ദി. സുധി സുകുമാർ വീണ്ടും: സാർ തികച്ചും കണ്ണു നിറയിച്ചു വാർത്ത. 23 വർഷം ആ മകൻ ജീവിച്ചത് ദൈവതുല്യമായ മാതാപിതാക്കൾക്കൊപ്പമാണ്. സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ വലിച്ചെറിയുന്ന മാതാപിതാക്കൾക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അച്ഛമ്മമാരുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. കണ്ണീർ കുതിഞ്ഞ ആരാധന. ക്രാബ്സ്: സാജൻ സാർ, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഒരിറ്റ് കണ്ണീർ വരാത്തവർ മനുഷ്യരല്ല. ശരിക്കും കരഞ്ഞുപോയി. 1000 നന്ദി. എങ്ങനെ വാക്കുകൾ മുറിയാതെ താങ്കൾ ഈ വാർത്ത പറഞ്ഞു തീർത്തു എന്നതിനെ അത്ഭുതപ്പെടുത്തി. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കണ്ണുനീർ തുള്ളുകളിലൂടെയാണ് എനിക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. ആ മാതാപിതാക്കളെ എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചത്? സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു തന്നെയാണ്
ഞാനിത് പൂർത്തിയാക്കിയത്. ദിനേശ് കുമാർ സമൂഹത്തിലെ മുഴുവൻ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി സംസാരിച്ച ഷാജൻ സാറിന് അഭിനന്ദനങ്ങൾക്കൊപ്പം മകനോടുള്ള സ്നേഹത്തിന് വേണ്ടി അകാലത്തിൽ പൊരിഞ്ഞ സ്നേഹദേവിനും ശ്രീകലയ്ക്കും മകൻ ശ്രീദേവിനും ആദരാഞ്ജലികൾ. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഈ വാർത്ത വളരെയധികം സങ്കടമുണ്ടാക്കി. രാജീവ് രാജേശ്വരി. സുകന്യ, ഈ അവസ്ഥ മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടത്. അന്ന് അച്ഛൻ ചോദിച്ചതാ, നമുക്കും ചേട്ടൻ്റെ കൂടെ പോയാലോ മോളെ എന്ന്. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ എൻ്റെ അധ്യാപകരുടെ കൗൺസിലിംഗ് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നും ഒരു ദിവസം പോലും ചേട്ടനെ ഓർക്കാതെ കടന്നുപോയിട്ടില്ല. ഇന്ന് ഞാൻ 2 ആൺമക്കളുടെ അമ്മയാണ്. മൂത്ത മോനിൽ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ കാണാറുണ്ട്. ശരിക്കും മക്കൾ നഷ്ടപ്പെട്ടവരെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം കൂടെയുള്ളവർ. സുകന്യ പറഞ്ഞത് 100% ശരിയാണ്. മരണം വല്ലാത്തൊരു ദുരന്തമായി ഒരാളെ ബാധിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാൻ അവർക്ക് പ്രിയപ്പെട്ടവർ ശ്രമിക്കണം. രമ അശോകൻ, കരയിച്ച് കളഞ്ഞല്ലോ ഷാജ, മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. TSB 2011, കണ്ണുനീരോടെ കേൾക്കേണ്ടി വന്നു ഷാജ. ഈ സമൂഹത്തിൽ ഇതേ അവസ്ഥയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഒരിക്കലും ഇങ്ങനെയൊരു മാർഗം സ്വീകരിക്കരുത്. പത്മാസന, ഈ വീഡിയോ കണ്ണു നനയാതെ കണ്ടവർ കാണില്ല. ഷാജൻ ഇങ്ങനെ അവതരിപ്പിച്ച് വേദനിപ്പിക്കല്ലേ. ഗീതാ കൃഷ്ണമ്മ, എത്ര തന്നെ തിരക്കാണെങ്കിലും എഗ് വേരിയേഷനുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ചികിത്സ കൊടുക്കാതെ ആ പൊന്നുമാനെ മരണത്തിലേക്ക് തള്ളിവിട്ട ജീവിച്ചിരിക്കുന്ന ദൈവമായി നമ്മൾ കരുതുന്ന ഡോക്ടർക്കായി നുറുങ്ങുന്ന ഹൃദയവേദനയോടെ ആത്മാഹൂതി സമർപ്പിക്കുന്നു. എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി മനസ്സ് തുറന്നതിന് ഒരുപാട് നന്ദി. ജയശ്രീ. സുരേന്ദ്രൻ, പ്രിയപ്പെട്ട ഷാജൻ, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മൊബൈൽ എടുത്ത് വന്ന മെസ്സേജുകളെല്ലാം നോക്കി. എൻ്റെ മക്കൾക്കും സുഹൃത്തുക്കൾക്കും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. അതിനുശേഷമാണ് യൂട്യൂബ് നോക്കിയത്. അതിൽ ആദ്യത്തെ വീഡിയോ സാറിൻ്റേതായിരുന്നു. രാവിലെ തന്നെ കണ്ണു നിറഞ്ഞു പോയി. മകൻ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും അവരുടെ ജീവനും നഷ്ടപ്പെടുത്തിയത് ആ മകനെ നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ? സാറിനുള്ളതുപോലെ എനിക്കും 3 മക്കളാണുള്ളത്. നമ്മളൊക്കെ രാവും പകലും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ? വികാരനിർഭരമായിട്ടുള്ള സാറിൻ്റെ വാക്കുകൾ മനസ്സിൽ വല്ലാത്ത നൊമ്പരമാണ് ഉണ്ടാക്കിയത്. ബാലഗോപാൽ, അതീവ ദുഃഖകരമായ വാർത്ത തന്നെ. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്തെങ്കിലും ശാപമോഷം കിട്ടുമോ? GS റഹൻ, കരഞ്ഞുകൊണ്ട് മാത്രമേ ഈ വീഡിയോ കാണാൻ കഴിയൂ പുന്നാര മക്കളെ, മാതാപിതാക്കൾ. സുഷ, ഹൃദയം വിങ്ങുന്ന രീതിയിലുള്ള അവതരണം. കേൾക്കേണ്ട മക്കൾ ഇത് കേൾക്കില്ല. രക്ഷകർത്താക്കൾ കേട്ടുകരയും. സുനിൽകുമാർ, കേട്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹദേവ് സാർ, ഒരിക്കലും ജോൺസൺ മാസ്റ്ററുടെ ഭാര്യ റാണി ചേച്ചിയെ ഒന്ന് ഓർത്താൽ മതിയായിരുന്നു. ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണമായിരുന്നു. അറിയാം, പറയാൻ എളുപ്പമാണെന്ന്. നിങ്ങളെപ്പോലെ നല്ല ആളുകളെ ഞങ്ങൾക്ക് വേണമായിരുന്നു. പ്രണാമം. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഈ നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വാക്കുകൾ ചെറിയൊരു മാറ്റത്തിന് കാരണമായാൽ ഞാൻ ധന്യനായി. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന.